എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണല്ലേ. ഈ മഴ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ നഴ്സറി ബഡ് റോസ് ഒക്കെ നശിച്ചു പോകുന്നത് കാണാറുണ്ട്. അതായത് ഇല മഞ്ഞളിച്ചും മുരടിച്ചും അതുപോലെ തന്നെ ട്രിപ്പിൻ്റെ ശല്യവും പ്രാണികളുടെ ശല്യവും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അതിനായിട്ട് നല്ലൊരു സൊല്യൂഷനാണ് എന്ന് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ നഴ്സറി ബഡ് റോസിനും മറ്റെല്ലാ ചെടികൾക്കും പച്ചക്കറിത്തൈകൾക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മഴക്കാലത്ത് ഒരുപാട് മഴക്കാല രോഗങ്ങൾ നമ്മുടെ ചെടികളെ ബാധിക്കാറുണ്ട്. അതിനെല്ലാമായിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂലം നമ്മുടെ ചെടിയിൽ ഉണ്ടാകുന്ന പൂക്കൾ നല്ല രീതിയിലുള്ള പൂക്കൾ ഉണ്ടാവും. അതായത് നല്ല കളറോടുകൂടിയുള്ള പൂക്കളും മുരടിപ്പൊന്നും ഇല്ലാതെ വണ്ടുകളുടെ ശല്യം ഒന്നും ഇല്ലാതെ ആ പൂക്കൾ കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിൽ ആ പൂമുട്ട് വിരിയുമ്പം തന്നെ പ്രാണികളും വണ്ടുകളും ഒക്കെ കയറി നീരൊക്കെ ഊറ്റി കുടിച്ചിട്ട് ആ റോസാപ്പൂ വെറുതെ നശിച്ചു പോകും. അതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു ശല്യം ഉണ്ടാവത്തില്ല. അത്രയ്ക്കും നല്ലൊരു പെസ്റ്റിസൈഡാണ്, നാച്ചുറൽ ആയിട്ടുള്ള, അതായത് ജൈവ കീടനാശിനിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സാധനം മാത്രം മതി അത് തയ്യാറാക്കി കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ റോസാ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. ഈ ഒരു കീടനാശിനി നമ്മുടെ റോസാ ചെടിക്ക് മാത്രമല്ല കേട്ടോ, ഏത് ചെടികൾക്കും കൊടുക്കാം, പച്ചക്കറി തൈകൾക്കും എല്ലാം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ ഈ മഴ സമയത്ത് മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്. എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള പൂക്കളും മുരടിപ്പൊന്നുമില്ലാതെ നമ്മുടെ റോസാ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. ഞാൻ നിലത്തും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ചട്ടികളിലും റോസാ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുഴപ്പമില്ലാതെ തന്നെ നല്ല രീതിയിൽ പൂക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ പൂക്കളും വന്നതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൽ നിന്നും പുതിയ പുതിയ തളിർപ്പുകളും ശിഖരങ്ങളും ഒക്കെ ആയിട്ട് മാറി നല്ല ബുഷിയായിട്ടൊക്കെ റോസാ ചെടി മാറത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ റോസാ ചെടിക്ക് ഫംഗൽ ഡിസീസ് ബാധിക്കും. അതായത് ഇല മഞ്ഞളിച്ച് പോയിട്ട് കമ്പുകളൊക്കെ കറുത്തു പോകും മഴവെള്ളം ഒരുപാട് വീഴുന്ന സമയത്ത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ കറുത്ത കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സാഫ് നന്നായിട്ട് പേസ്റ്റ് പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ റോസാ ചെടികളുടെ കമ്പിലും ശകലങ്ങളിലും ഒക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ ഈ റോസാ ചെടിയുടെ ഇലകളൊക്കെ മഞ്ഞളിച്ച് ഒരുമാതിരി നിന്നായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ആ കമ്പുകളൊക്കെ കറുത്ത കമ്പുകളൊക്കെ കട്ട് ചെയ്ത് വിട്ടു. ഇപ്പോൾ തന്നെ അതിൻ്റെ പുതിയ തളിർപ്പുകളും മൊട്ടുകളും പൂക്കളും ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലെ റോസാ ചെടി ഇതിലുള്ള കറുത്ത് കമ്പുകൾ കറുത്ത് നല്ലപോലെ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ കമ്പുകൾ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഇതുപോലെ സാഫ് കുഴമ്പ് രൂപത്തിലാക്കി ഒരു ബ്രഷ് വെച്ച് ആ ഭാഗത്ത് തേച്ച് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ തൊട്ട് താഴെ നിന്നും നല്ല പുതിയ തളിർപ്പുകൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും അറിയാം സാഫ് നല്ലൊരു ഫംഗിസൈഡ് ആണെന്നല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു റോസാച്ചെടിയുടെ ചോട്ടിൽ ഈ ഫംഗൽ ഡിസീസ് ഒക്കെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അതിൻ്റെ തെളി എടുത്തിട്ട് നമുക്ക് ഈ ചെടിച്ചട്ടിക്ക് അകത്തോട്ട് മണ്ണിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം വേരുകളിൽ ഉണ്ടാകുന്ന ഫംഗൽ ബാധയൊക്കെ മാറാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ റോസാച്ചെടിക്കൊക്കെ ഫംഗൽ ബാധ ഉണ്ടാകും. അതായത് പൊതുവെ വെള്ളം ഒരുപാട് കെട്ടിക്കിടന്നും വെള്ളം വാർന്നു പോകാതിരിക്കുമ്പോഴും ഒക്കെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള വെള്ളം വാർന്നു പോകാനായിട്ട് വെള്ളം ചെടിച്ചട്ടിൽ നിന്ന് വാർന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഹോള് നമുക്ക് സൈഡിലായിട്ട് ഒന്ന് കുഴിച്ച് ഒരു കമ്പ് കൊണ്ട് വെള്ളം കുത്തിയിറക്കി ആ വെള്ളം മൊത്തം കളഞ്ഞു വെക്കണം. എപ്പോഴും നമ്മൾ റോസയെ കെയർ ചെയ്യണം. എന്നാൽ മാത്രമേ റോസാ ചെടി നല്ല രീതിയിൽ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ മഴക്കാല സമയത്ത് തന്നെ ശ്രദ്ധിക്കാതിരിക്കരുത്. ഇടയ്ക്കൊന്ന് പോയി നോക്കണം, നമ്മുടെ ചെടിച്ചട്ടിയിൽ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. നോക്കിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഒരു കമ്പ് കൊണ്ടൊന്ന് ഒരു കുഴി പോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങ് വാർന്നു പൊക്കോളും. എന്നിട്ട് വെയിലുള്ള സമയം നോക്കി നമ്മൾ ആ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരികയും ഒക്കെ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഈ മഴക്കാലത്തെ പ്രൂൺ നന്നായിട്ട് ചെയ്ത് വിടണം. എന്നാൽ മാത്രമേ പുതിയ തളിർപ്പുകളൊക്കെ അതിൽ നിന്നും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ മുരിങ്ങയിലയാണ് ഉപയോഗിക്കുന്നത്. മുരിങ്ങയില നല്ലൊരു പെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കൈപിടി മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആ ഒരു ചെറിയ ഇളത്ത തണ്ട എടുത്തേക്കുന്ന തണ്ടോട് കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇലയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ വെളുത്തുള്ളിയും പെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും ഒക്കെ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു തുണിയിലോ അല്ലെങ്കിൽ നല്ല ചെറിയ കണ്ണിയുള്ള അരിപ്പയിലോ അരിച്ചെടുക്കാവേ. കാരണം സ്പ്രെയറിനകത്ത് ഒഴിക്കേണ്ടതാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ അരിച്ചെടുക്കണം. അപ്പം അങ്ങനെ തരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്പ്രെയറിൽ കൂടെ സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് കുഞ്ഞരിപ്പയായതുകൊണ്ട് നമുക്ക് നന്നായിട്ട്
അരിച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു അരക്കപ്പ് കാണും കേട്ടോ, അത്രയും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പം മഞ്ഞൾപ്പൊടി നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾക്ക് എന്ന പോലെ തന്നെ ചെടികൾക്കും ഒരുപാട് പ്രശ്നങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വളരെയധികം നല്ലതാണ്. കമ്പുകൾ കറുത്തു പോകുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി കുഴമ്പ് രൂപത്തിൽ പരത്തി വെക്കാം. അതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം, തളിച്ചു കൊടുക്കാം, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നമ്മുടെ മുരിങ്ങയിലേക്കകത്തോട്ട് ഞാൻ 1 ലിറ്റർ വെള്ളമാണ് ഡൈല്യൂട്ട് ചെയ്തത്. 1 ലിറ്റർ വെള്ളത്തിൽ മാത്രം ഡൈല്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു പെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. പെട്ടെന്ന് തന്നെ കീടങ്ങൾ പറന്നു പോകുന്ന ഒരു ലിക്വിഡാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. നല്ല മുരടിപ്പും ഇലകളും മഞ്ഞ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകുന്ന അവസരത്തിൽ നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കൂടുമ്പോൾ ഒന്നുകൂടെ സ്പ്രേ ചെയ്യുക, വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ സ്പ്രേ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചെടികളുടെ മുരടിപ്പൊക്കെ മാറി ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. നല്ല രീതിയിലുള്ള പെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാവുന്നതാണ് കേട്ടോ. പറയില്ലേ, പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാം. നമ്മുടെ റോസയ്ക്ക് മാത്രമല്ല, പിന്നെ റോസകളിൽ ഒരുപാട് കീടശല്യമൊക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ.